സങ്കീർത്തനം 92-12 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ച് വളരുന്നു. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയിലൂടെ നീതിമാനായിത്തീരുന്നു, നീതീകരിക്കപ്പെടുന്നുവെന്ന് 2 കൊറിന്തോസ് 5-21 നമ്മൾ കാണുകയാണ്. കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഈശോയിലൂടെയാണ് നമ്മൾ നീതിമാന്മാരായിത്തീരുന്നത്. ഹല്ലേലൂയ. 2 കൊറിന്തോസ് 5:21. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇന്ന് സഹോദരങ്ങളെ, നമ്മൾ ഈ തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനം 92 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കർത്താവിന്റെ നീതിമാന്മാർ ജീവിതത്തിൽ വളരും, തഴച്ചു വളരും. കർത്താവിന്റെ നീതിമാന്മാർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ഈ വചനം നൽകുന്നത്. നമ്മൾ ശിശുസഹജമായ ഹൃദയത്തോടെ, നിഷ്കളങ്കതയോടെ ഈ വചനം റിസീവ് ചെയ്യുമ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. പിന്നെ നമുക്ക് ഈശോനെ ആരാധിക്കാം, പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ, നിങ്ങൾ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിഷ്കളങ്കതയോടെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ വചനത്തിന്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയും അനുഗ്രഹങ്ങളും നൽകുന്നത്. സങ്കീർത്തനം 92-12 തിരുവചനം, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാന്മാർ പന പോലെ തഴയ്ക്കുമെന്നാണ്. നീതിമാന്മാർ. ആരാണ് നീതിമാൻ? ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയുടെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ആത്മാവിൽ ഒരു പ്രവചനം പോലെ പറയുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ അഭിഷിക്തന്മാർ സങ്കീർത്തനം രചിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. അപ്പൊ ഇന്ന് വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുന്ന നിന്നെ വളർത്തുന്ന ഒരു ശക്തിയുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവത്തിന്റെ കൃപ. ചിലപ്പോൾ ഇന്ന് മനുഷ്യർ നിന്നെ തളർത്തുന്നുണ്ടായിരിക്കും, ലോകം നിന്നെ തളർത്തുന്നുണ്ടായിരിക്കും, നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ പലതരത്തിൽ പലതും നിന്നെക്കുറിച്ച് നിന്റെ ജോലി സ്ഥലത്തും വീട്ടിലും നാട്ടിലും അവിടെ ഇവിടങ്ങളിലൊക്കെ പറഞ്ഞ് നിന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, മാനുഷികമായി നീ ബലഹീനനായി തീരുന്ന നിമിഷം നിനക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് കർത്താവിന്റെ കൃപ. ആ ശക്തിയാണ് നിന്നെ വളർത്തുന്നത്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം. അതായത് എപ്പോഴാണ് നമ്മൾ ബലഹീനരായി തീരുന്നത്? ചിലപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെ എന്തൊക്കെ നിങ്ങളെക്കുറിച്ച് ഇപ്പം പറയുന്നുണ്ടെന്നുള്ളത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തും വീട്ടിലും നാട്ടിലും ഒക്കെ നിങ്ങളെക്കുറിച്ച് മോശമായി പലതും പറയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വളർച്ചയെ അസൂയോടെ കണ്ട് നിങ്ങളെ ഇടിച്ചു താഴ്ത്തുവാനും ഒതുക്കാനും ശ്രമിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും, നിങ്ങളുടെ പള്ളി കാണുമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കാണുമായിരിക്കും, വീട്ടിൽ കാണുമായിരിക്കും, ജോലി സ്ഥലത്ത് കാണുമായിരിക്കും. പക്ഷെ എപ്പോഴൊക്കെ നിങ്ങൾ ബലഹീനമാക്കപ്പെടുന്നു, ആ സമയത്ത് ഈശോയുടെ നീതിമാന് വേണ്ടി കടന്നു വരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവത്തിന്റെ കൃപ. സങ്കീർത്തനം 121 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന് ഉറക്കമില്ലാത്തവനും ഉറങ്ങാത്തവനും ഇസ്രായേലിന്റെ പരിപാലകനുമായവൻ. ആ ഇസ്രായേൽ എന്ന് എഴുതിയ സ്ഥലത്ത് നിന്റെ പേര് ചേർക്കണം. അനീഷിന്റെ പരിപാലകനായവൻ, ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ലോകം നിന്നെ തളർത്തുമ്പോൾ, ലോകം നീ അവസാനിച്ചു, നിനക്കൊരു ഫ്യൂച്ചറില്ല, തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇടിച്ചു താഴ്ത്താനും ഇല്ലാതാക്കാനും ഒതുക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് നിന്നിലേക്ക് കർത്താവിന്റെ കൃപ അങ്ങ് ആവസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നിലേക്ക് ദൈവത്തിന്റെ മഹത്വം അങ്ങ് ആവസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലര് വീടിനകത്തും ജോലി സ്ഥലത്തും പള്ളിയിലും നാട്ടിലും ഒക്കെ ഒരുപാട് പേര് ഒതുക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളെ നോക്കി പറയട്ടെ, ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആരെങ്കിലും ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ പന പോലെ തഴച്ച് വളരാൻ വേണ്ടി പോവുകയാണ്. ആ വ്യക്തിയെക്കുറിച്ച് ലോകം ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി കർത്താവ് കോമയാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം വളർത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു. സുവിശേഷത്തിന് പ്രതിസന്ധിയുള്ള ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇറങ്ങുന്ന ദൈവമഹത്വത്തെ അനുഭവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പം
ചില സ്ഥലങ്ങളിൽ മനുഷ്യർ ശുശ്രൂഷകരെ പള്ളിക്കകത്ത് ഒതുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏത് വ്യക്തിയാണ്, എവിടെയാണ്, പള്ളിക്കകത്താകട്ടെ, നാട്ടിലാകട്ടെ, വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, നിങ്ങൾ ഏത് സ്ഥലത്താണോ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ലോകവും മനുഷ്യരും തകർക്കാനോ ഒതുക്കാനോ ഇല്ലാതാക്കാനോ, അതായത് നിങ്ങൾ ഇനി മുമ്പോട്ട് പോകരുത് എന്ന നിലയിൽ മനുഷ്യർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ശക്തി പുറപ്പെടുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും മേലായിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുമെന്ന് കരുതിയവർ പോലും ചിലപ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ നിമിഷം, ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ നിനക്ക് വേണ്ടി കടന്നു വരുന്ന വലിയൊരു ശക്തിയുണ്ട്. സ്വർഗത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ദൈവത്തിന്റെ കൃപ. ആ കൃപയെക്കുറിച്ചാണ് 2 Corinthians 12:9 കർത്താവിന് അപ്പസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹയോട് ഈശോ പറയുകയാണ്, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിൽ ആവസിക്കുന്നത്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല കേട്ടോ. ഞാൻ സങ്കീർത്തനം 92 ആ 12ാമത്തെ വാക്യം ഇന്ന് പറഞ്ഞു തുടങ്ങാൻ ഈശോ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകി. ഞാനത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിലോട്ട് ഈ മെസ്സേജ് കയറി വന്നതാണ്. എനിക്കറിയാമല്ലോ ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത്. ഹല്ലേലൂയ. ഈശോയെ അങ്ങ് ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് നിന്റെ വേദന അറിയാം, നിന്റെ നൊമ്പരം അറിയാം. ഈശോ പറയാം, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി ആവസിക്കുന്നത്. ചിലപ്പോൾ നിനക്കെതിരെ സത്യം ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് അതും ഇതുമൊക്കെ കുറ്റം പറയുന്നുണ്ട്. നിങ്ങളുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കുറ്റം കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കുറ്റം നിങ്ങൾ ഏതെങ്കിലും വഴിയായിട്ട് കേൾക്കുകയൊക്കെ ചെയ്ത് കാരണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കും. എന്നാൽ ഓർത്തോളുക, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയുടെ അരികിൽ ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറയുവാണെങ്കിൽ എന്നിൽ കർത്താവിന് കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ബലഹീനമാക്കപ്പെടുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മളിൽ ആവസിക്കുന്നത്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങളെ ആരെങ്കിലും ബലഹീനമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ദൈവത്തിന്റെ കൃപ, എൻ്റെ കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്നൊരു ശക്തി അപ്പോൾ തന്നെ പുറപ്പെടുക. എൻ്റെ ചക്കരക്കുട്ടൻ, എൻ്റെ മോൻ, എൻ്റെ മോൾ, അവൾക്ക് വേണ്ടി ഞാൻ നിൽക്കും, ഞാൻ പ്രവർത്തിക്കും, അവളെ ഞാൻ സംരക്ഷിക്കും. കാരണം എൻ്റെ രക്തത്തിലൂടെ അവൾ നീതീകരിക്കപ്പെട്ടതാണ്. അതാണ് യേശുവിന്റെ ശക്തി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കും. നിങ്ങൾ ഒരുപാട് പേരുടെ വാക്ശരങ്ങൾക്ക് നടുവിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന സന്നിധിയിലായിരിക്കും, സമയത്തായിരിക്കും ലൈഫിൽ. ഈ ഒരു നിമിഷം, ഈ ദിവസങ്ങൾ നിങ്ങൾ അതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് വേണ്ടി നിന്നെ മറച്ചു പിടിക്കുന്ന ഒരു കൃപയുണ്ട്. നിന്നെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കൃപ. അതാണ് യേശുവിന്റെ കൃപ. മഗ്ദല മറിയത്തിന് നേരെ കല്ലുകൾ എടുത്തുകൊണ്ട് ഒരു ജനം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുന്ന സമയത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചൊരു കൃപയാണ്. ആ കൃപയാണ് നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നത്. ലോകം നിന്നെ വിധിക്കുമ്പോൾ, ലോകം നിന്നെ തളർത്തുമ്പോൾ, ലോകം ഇനി നീ മുമ്പോട്ട് പോകരുതെന്ന് പറഞ്ഞ് നിനക്ക് അതിർവരമ്പുകൾ ഇടുന്ന സമയത്ത് അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു ശക്തിയാണ് ദൈവകൃപ. ലോകം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അതിനെ കോമയാക്കിക്കൊണ്ട് കർത്താവ് പുതിയ ചില കാര്യങ്ങൾ രചിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. നിനക്കെന്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി ആവസിക്കുന്നത്. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്നത്, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ലോകത്തിന് ഇത് പിടികിട്ടത്തില്ല. ലോകം പലരും പറയും. പക്ഷെ ആ സമയത്ത് കൃപ അതിന്റെ പൂർണ്ണതയിൽ അമ്മയിൽ വെളിപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിലേക്കും ഈ കൃപയുടെ അഭിഷേകം കടന്നു വരുമാറാകട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഈശോയുടെ സാന്നിധ്യം ഒഴുകി ഇറങ്ങുമാറാകട്ടെ. ഈശോയുടെ സ്നേഹം നിന്നെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. സങ്കീർത്തനം 92:12 നമ്മൾ കാണുകയാണ്, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ഈശോയുടെ നീതിമാനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും പറ്റത്തില്ല. അവൻ പന പോലെ തഴയ്ക്കും. ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. കർത്താവ് നട്ടതാണ് നിന്നെ കേട്ടോ. നീ ആക്സിഡന്റ് ആയിട്ട് എവിടെയെങ്കിലും ചുമ്മാ കയറി വന്ന കാട്ടിലെ എന്താ പറയുന്നത്, ഈ എവിടെയെങ്കിലും ചുമ്മാ ആരും അറിയാതെ നിനക്കൊരു മേൽനോട്ടക്കാരനുണ്ട്. കർത്താവ് നിന്നെ നട്ടതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് ഒരു വാക്ക് 11:7 കർത്താവ് ഇപ്രകാരം പറഞ്ഞാൽ, അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷമാണ്, അതിന്റെ വേര് വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷമാണ്. ആറ്റരികത്ത് നട്ടതാണ്. കർത്താവ് നട്ടു നിന്നെ. കർത്താവിന്റെ തിരുസഭയിൽ നിന്നെ നട്ടു.
ആ നട്ട നിനക്ക് പരിപാലകനുണ്ട്. ഹല്ലേലൂയ. നീ കാട്ടുപള്ളിയല്ല, എവിടെയെങ്കിലും ഇങ്ങനെ ആരും മേൽനോട്ടക്കാരനില്ലാതെ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരാളല്ല. യു ഹാവ് എ പ്രൊട്ടക്ടർ, യു ഹാവ് എ ഗോഡ്, യു ഹാവ് എ പ്രൊവൈഡർ. നിനക്കൊരു പ്രൊവൈഡർ ഉണ്ട്, നിനക്കൊരു പ്രൊട്ടക്ടർ ഉണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നിന്നെ കരുതുന്ന ഒരു വ്യക്തിയുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനായ ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി നിന്നെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് ആ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ല, എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19. ഇന്ന് ആ ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് റിസീവ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ മുഴുവനും കർത്താവിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമ്പന്നതയുടെ ഒരു അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മൾ പന പോലെ തഴച്ചു വളരും. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയുടെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന, നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ. 2 കൊരിന്ത്യർ 5:21. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ മഹത്വം ഒന്ന് നിറയപ്പെടുകയാണ്. നമുക്കൊന്ന് എളിമപ്പെടാം. ഈശോയെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. കർത്താവേ, അവിടുത്തെ കുരിശുബലിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ അവിടുന്ന് ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനും തുറന്ന് പറഞ്ഞേ. കുരിശിൽ എന്താ സംഭവിച്ചത്? കുരിശുബലി സമയത്ത് നമ്മുടെ പാപങ്ങളെ യേശു ഏറ്റെടുത്ത് യേശുവിൻ്റെ നീതി നമുക്ക് നൽകുമായിരുന്നു ചെയ്ത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പാപികളും ബലഹീനരുമായിരുന്ന നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ പൊസിഷൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരിച്ച കർത്താവിന്റെ മരണത്തിലൂടെ നമ്മളിലേക്ക് കർത്താവിന്റെ നീതീകരണം കടന്നു വരികയാണ്. 2 കൊരിന്ത്യർ 5:21. അതുകൊണ്ടാണ് ഓരോ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കണ്ണുനീരോടെ വേണം ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുവാൻ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കടന്നു പോകാൻ. കാരണം നമ്മുടെ നീതീകരണം സംഭവിച്ച നിമിഷമാണ്. നമുക്ക് വേണ്ടി കർത്താവ് പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് നമ്മുടെ പാപത്തെയും അശുദ്ധിയെയും ശാപത്തെയും എല്ലാം നീക്കം ചെയ്ത് ഈശോയുടെ വിശുദ്ധി, ഈശോയുടെ നീതി, ഈശോയുടെ ഫുൾനെസ്, ഈശോയുടെ സ്നേഹം, ഈശോയെ തന്നെ എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഭക്ഷിക്ക്, ഇത് നിങ്ങളുടെ ശരീരത്തിലൂടെ വ്യാപരിക്കുമ്പോൾ എൻ്റെ ഒന്ന് കണ്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമല്ലേ. കർത്താവിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിലേക്ക് ഇറങ്ങി നിൽക്കും. എന്നാൽ ആ സമയത്ത് നമ്മൾ കാണണം, എൻ്റെ പാപത്തെ മുഴുവനും യേശു ഏറ്റെടുത്തു. ഹല്ലേലൂയ. കർത്താവ് ബൈബിളിൽ ഉടനീളം ദൈവത്തെ പിതാവേ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? പിതാവേ. എന്നിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. അത് എവിടെയാണെന്നറിയോ? എവിടെയാ? ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത്, ആ മരിക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ദൈവമേ. സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ ഈശോ പിതാവിനെ വിളിക്കുന്നത് എങ്ങനെയാ? എൻ്റെ പിതാവ്, മൈ ഫാദർ. ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ ദൈവം എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. അതിന്റെ കാരണം എന്നറിയോ? എന്താ അതിന്റെ കാരണം? ആ സമയത്തായിരുന്നു നിന്റെ ശാപങ്ങളും പാപങ്ങളും സകല അശുദ്ധിയും തിന്മകളും യേശു ഏറ്റെടുത്ത് യേശുവിന്റെ നീതീകരണം നിന്നിലേക്ക് ട്രാൻസ്ഫർ ആയ നിമിഷം. ആ സമയത്ത് നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്ത് അവിടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യന്റെ കേഴ്സ് അത് മുഴുവനും യേശു ഏറ്റെടുത്തു. ആ ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നു. അതുകൊണ്ട് ഇന്ന് ഈശോയിലൂടെ നമുക്ക് ദൈവത്തെ പിതാവേ, അപ്പാ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം കുരിശുമരണത്തിലൂടെ മാത്രമാണ്, യേശുവിന്റെ പരിശുദ്ധ കുർബാനയുടെ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇതാണ് സത്യം. ഈശോയുടെ പരിശുദ്ധ കുർബാന കൂടാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന് പാപം നിലനിൽക്കുക. എന്നാൽ ആ പാപത്തെ മുഴുവനും നമ്മുടെ വ്യക്തിപരമായി നിന്റെയും എന്റെയും പാപത്തെ, എൻ്റെ പാപത്തെ യേശു ഏറ്റെടുത്തു. എൻ്റെ രോഗത്തെ, എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ ശാപത്തെ യേശു ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത നിമിഷമാണ് കർത്താവ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിന് എൻ്റെ ദൈവമേ ഐ ഹാവ് യു ഫോർസേക്കൻ. എൻ്റെ ദൈവമേ എന്തിനു നീ എന്നെ കൈവെടിഞ്ഞു? കാരണം അവിടെ മുഴുവനും കർത്താവ് കരയുന്ന നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്ത നമ്മുടെ പാപങ്ങളെ മുഴുവനും യേശു ഏറ്റെടുത്തു ആ നിമിഷം. അതിനുശേഷം ഈശോ പറയുകയാണ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന്റെ വില മുഴുവനും കർത്താവ് കുരിശിൽ കൊടുത്തു. ഈശോ കുരിശിൽ കൊടുത്തു. ഇന്ന് നമ്മളെ കർത്താവ് തന്റെ നീതിയാക്കി തീർത്തിരിക്കുകയാണ്, നീതിമാനാക്കി തീർത്തിരിക്കുക. അത് ഈശോയുടെ കുരിശുബലിയിലൂടെ മാത്രമാണ് കേട്ടോ.
ഈശോയുടെ കുരിശുബലിയിലൂടെ മാത്രം. ഇതൊരു അഭിഷേകമാണ്. കർത്താവിന്റെ ശക്തിയാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈശോയുടെ ഈ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന അഭിഷേകത്തെ നമുക്ക് ഇന്നേ ദിവസം സൗരങ്ങളെ ഒന്ന് എളിമയോടെ നമുക്ക് റിസീവ് ചെയ്യാം. ഈ അഭിഷേകമാണ് നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. ഈ അഭിഷേകമാണ് ഈശോയുടെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് കൃപ നൽകുന്നത്. ഈ അഭിഷേകമാണ്, ഇത് ദൈവകൃപയുടെ ഒരു അഭിഷേകമാണ്. നമ്മുടെ ബലഹീനതകൾക്കുള്ളിലേക്ക് ഈ അഭിഷേകം ഈ നിമിഷം കടന്നു വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഒരുമനപ്പെട്ട് ഈശോനെ ഒന്ന് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവികാരുടെ നാഥനെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ എന്ത് വലിയ പ്രാർത്ഥനാ വിഷയമാകട്ടെ, ചെറിയ പ്രാർത്ഥനാ വിഷയമാകട്ടെ, കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഈ നിമിഷം നിറയപ്പെടട്ടെ. ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും അധരം തുറന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എല്ലാ ആരാധനയും മഹത്വവും ഈശോയ്ക്കാണ്. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകൾ എടുത്ത് ഈശോനെ ഒന്ന് ആരാധിച്ചേ. നിങ്ങളുടെ പ്രോബ്ലം എന്ത് തന്നെ ആകട്ടെ, അതിൽ നിന്ന് കണ്ണുകൾ എടുത്ത് ഈശോനെ ഒന്ന് ആരാധിച്ചേ. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും, ഹല്ലേലൂയ, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഇന്ന് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുകയാണ്, ഈശോയുടെ തിരുസന്നിധിയിൽ നിന്ന്. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ, കർത്താവിന്റെ കൂടെ വർഷങ്ങൾ കൂടെ നടന്ന യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ യഥാർത്ഥ രൂപത്തെ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. കർത്താവായി നമ്മുടെ ഈശോയുടെ യഥാർത്ഥ രൂപത്തെ കണ്ടുകൊണ്ട് നമ്മളൊന്ന് ആരാധിക്കുമ്പോഴുണ്ടല്ലോ, സ്വർഗീയമായ എല്ലാ നിറവുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതേ വെളിപാട് പുസ്തകത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ഇന്ന് വലിയ വിടുതൽ നടക്കും കേട്ടോ. ഒരുപാട് കുടുംബങ്ങളിൽ കർത്താവിന് വിടുതലുകൾ കടന്നു വരും. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈശോയുടെ കുരിശുബലിയിലൂടെ വെളിപ്പെടുന്ന അത്യന്ത ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. 2 പത്രോസ് 1-ാം അധ്യായത്തിന് 2-3 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈശോയുടെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവ കർത്താവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അതായത് ഈശോയെക്കുറിച്ച് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരും. ആ ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവ പ്രദാനം ചെയ്യുകയാണ്. അതായത് ഒരു വലിയ ഡിവൈൻ പവർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും ആ ഡിവൈൻ പവറാണ് നമ്മുടെ ലൈഫിലേക്ക് ദൈവത്തിന്റെ പ്രൊവിഷൻസിന്റെ ആ ഒരു ഓപ്പണിങ്സിനെ അല്ലെങ്കിൽ തുറന്നു തരും. അപ്പൊ ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് ആ വിഷയത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് ഈശോയിലേക്ക് നോക്കുക. വെളിപാട് 1-ാം അധ്യായത്തിന് 11 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണമേ. കാഹളത്തിൻ്റെതുപോലെ ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദോക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടെടുത്ത സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ് മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവന്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈശോയുടെ യഥാർത്ഥ രൂപത്തെ അവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കർത്താവിന്റെ രൂപത്തെ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. 17-ാമത്തെ വാക്യത്തിൽ, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. കർത്താവിനെ ശരീരത്തിൽ യോഹന്നാൻസിലെ ഒരുപാട് വർഷം കണ്ടതാണ്. പക്ഷെ ഈശോയുടെ യഥാർത്ഥ രൂപം ആദിയും അന്തവുമായ കർത്താവിന്റെ റിയൽ പിക്ചർ കണ്ടപ്പോൾ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ കർത്താവിന്റെ കാൽക്കീഴിൽ വീഴുകയാണ്. ഇന്നൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ മെനഞ്ഞ ആദിയും അന്തവുമായ
സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള ആൽഫയും ഒമേഗയുമായ കർത്താവിനെ ഒന്ന് കണ്ടേ. സകലത്തെയും അടക്കി വാഴുന്നവനായ കർത്താവിന്റെ മഹത്വത്തെ ഒന്ന് കണ്ടേ. ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കാവൽ നിന്നവനെ ഒന്ന് ദർശിച്ചേ. ഇന്ന് ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ. കർത്താവ് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈശോനെ കാണാൻ വരുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ അടുത്തതാണ്. കർത്താവ് വേറൊന്നും ചോദിക്കുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഈശോയ്ക്ക് വേറെ ഒന്നും വേണ്ട. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. കണ്ണുകൾ അടച്ച്, യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രശ്നത്തെ ഈ നിമിഷം സമർപ്പിക്കുകയാണ്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കോടാനുകോടി സൂര്യന്മാരെക്കാൾ പ്രകാശമുള്ള അങ്ങയുടെ ദിവ്യമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ ആരാധനകൾക്കും എല്ലാ പുകഴ്ചകൾക്കും എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങളെ നീതീകരിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി, പാപമോചനം നൽകുന്നതിന് വേണ്ടി, വീണ്ടെടുപ്പ് നൽകുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പ്ലേസ് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി സ്വന്തം ശരീരം ഈ ഭൂമിയിലുള്ള ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വിട്ടു നൽകി ഞങ്ങളുടെ പാപ പരിഹാര ബലിയായി തീർന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് എന്നേക്കും ജീവിക്കുന്നവനെ, ആദിയും അന്തവുമായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അധരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈശോനെ ഒന്ന് സ്തുതിച്ചേ. ഈശോയെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എല്ലാ ഭാരങ്ങളും നമ്മളിന്ന് വിട്ടുപോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും നമ്മളിന്ന് വിട്ടുപോകട്ടെ. ആ അസ്വസ്ഥതകളെല്ലാം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് ഇത് കാണണം കേട്ടോ. ദിവികാരന്റെ നാഥൻ, സ്വർഗത്തിന്റെ മഹിമപ്രഭയിൽ വാഴുന്നവൻ, എന്നേക്കും ജീവിക്കുന്നവൻ. നമ്മളെല്ലാവരും ദിവികാരന്റെ നാഥന്റെ തിരുസന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇന്ന് ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്യാം സഹോദരങ്ങളെ. ഈ സ്നേഹത്തെ, കർത്താവിന്റെ സ്നേഹത്തെ, നമുക്കൊരിക്കലും കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്നറിയോ? കർത്താവിന്റെ സ്നേഹത്തെ റിസീവ് ചെയ്യാതെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ സ്നേഹത്തെ റിസീവ് ചെയ്യുമ്പോഴാണ് ഈശോനെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഈശോനെ സ്നേഹിക്കാൻ പറ്റുന്നത്. ഈശോയുടെ സ്നേഹത്തെ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച്, നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കുറവുകൾ കാണും. എന്നാൽ ആ കുറവുകളൊക്കെ അറിയുന്നവനാണ് ഈശോ. സമരിയാക്കാരി സ്ത്രീക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ജീവിതം തകർന്ന തരിപ്പണമായ അവസ്ഥയായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ജീവിക്കുന്നത് ഭർത്താവല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ, ലോകത്തിന് മുൻപിൽ തകർന്ന വ്യക്തിയെ, ഫ്യൂച്ചർ ഇല്ലാത്ത വ്യക്തിയെ, എല്ലാം തീർന്ന വ്യക്തിയെ. എന്നാൽ ആ വ്യക്തിയെ തേടി, തകർന്ന ആ വ്യക്തിയെ തേടി ഈശോ കടന്നുപോയി. അവളെ കാണാൻ അവളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈശോയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ ആത്മാവിന്റെ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ നാഥൻ അവളോട് പറയുകയാണ്, നീ എന്നോട് ചോദിക്കാൻ ഞാൻ നിനക്ക് വേണ്ട ജീവന്റെ ജലം നൽകും. ഇന്ന് നിങ്ങൾ തിരയുന്നത് ഈശോയുടെ കരങ്ങളിലുണ്ട്. അതെന്തുമാകട്ടെ, മനസ്സിന്റെ ദാഹം, ആത്മാവിന്റെ ദാഹം, ഇതെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്നവനായ സർവശക്തന്റെ അരികിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മത്തായി 18:20 ഈശോ പറഞ്ഞു, മാത്യു ചാപ്റ്റർ 18:20, wherever 2 or 3 gather in my name, I will be there in midst of them. നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. അധരം തുറന്ന് ഈശോനെ നമുക്ക് ആരാധിക്കാം. എല്ലാ ഭാരങ്ങളെയും ഈശോയുടെ തിരുസന്നിധിയിൽ ഇറക്കി വെച്ച്, യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. രാജാതിരാജനായ യേശുവേ, രാജാതിരാജനായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ ഈശോയെ. ഓരോ ഭവനങ്ങളിലേക്കും ഈശോയുടെ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വവും ജ്ഞാനവും ശക്തിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് ഈശോ, 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 ഈശോ. അധരം തുറന്ന് ഈശോ എന്ന് പറഞ്ഞ് ഈശോ, 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 ഈശോ. എക്സാമിനൊക്കെ ഒരുങ്ങുന്ന മക്കള്, ഈശോയെ, എൻ്റെ എക്സാമിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, ഈശോയെ, എൻ്റെ എക്സാമിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ബിസിനസ്സിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 സാമുവേൽ 17:47 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ഗോലിയാത്തിനെ നേരിടുന്ന സമയത്ത് ഈ യുദ്ധം കർത്താവിൻ്റെതാണ്,
ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഇത് നിങ്ങളുടെ എക്സാമിനെ ഭയപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒരു തളർച്ച നേരിടുന്നെങ്കിൽ, ഇന്ന് ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ എക്സാം ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ എക്സാം ഈശോയുടെയാണ്, എൻ്റെ ബിസിനസ് ഈശോയുടെയാണ്, എൻ്റെ ജോലി ഈശോയുടെയാണ്, എൻ്റെ ശുശ്രൂഷ ഈശോയുടെയാണ്, എൻ്റെ കുടുംബം ഈശോയുടെയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ പറഞ്ഞേ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ ഈശോയുടെയാണ്. ഈശോയിലൂടെയുള്ള സൗഖ്യം അവരിൽ വെളിപ്പെടട്ടെ. എൻ്റെ ശരീരം ഈശോയുടെയാണ്. പറഞ്ഞ് എൻ്റെ ശരീരം ഈശോയുടെയാണ്, എൻ്റെ ജീവിതം ഈശോയുടെയാണ്. ഈശോയിലൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. 2 കൊരിന്ത്യർ 1:20 നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവം നൽകുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ഈശോയിലൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇന്ന് കർത്താവ് നൽകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായമാണ്. പലപ്പോഴും നമ്മൾ പല കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വ്യഗ്രചിത്തരാകാറുണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും വ്യഗ്രചിത്തരാകാറുണ്ട്. പലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും എന്താകും, എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ വ്യഗ്രചിത്തരാകും. എന്നാൽ വ്യഗ്രചിത്തരാകുന്ന സമയത്ത് ഓർത്തോളുക, ഈശോ ഒരാളുടെ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യമാണ്. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തെങ്കിൽ ഇരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. മറിയം എന്താ ചെയ്തേ? കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനത്തെ കേട്ടുകൊണ്ടിരുന്നു. അതായത് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നമ്മളിലേക്ക് നിറയപ്പെടുകയാണ്. അപ്പൊ യേശുവിന്റെ സ്നേഹത്തെ റിസീവ് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ അനുഗ്രഹം വെളിപ്പെടുന്നതിന് വേണ്ടി കർത്താവ് പറയുകയാണ്, എൻ്റെ സ്നേഹത്തെ നിങ്ങൾ റിസീവ് ചെയ്യണം, എൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ റിസീവ് ചെയ്യണം. കർത്താവിന്റെ സന്നിധിയിൽ മറിയം ഇരുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തെ അവൾ റെസ്പെക്ട് ചെയ്യും. മാർത്തയെ ഓർത്ത് കർത്താവ് വീട്ടിൽ വരുമ്പോൾ, അയ്യോ എൻ്റെ വീട് കിടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കർത്താവിന് അറിയുമ്പോൾ കർത്താവ് എന്ത് ചിന്തിക്കും, കർത്താവ് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും. നമ്മളും പലപ്പോഴും നമ്മളെക്കുറിച്ച് കർത്താവ് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇങ്ങനെ നോക്കി വ്യഗ്രചിത്തരാകാറുണ്ട്. മറിയത്തിനറിയാം, കർത്താവിനെല്ലാം അറിയാം, എൻ്റെ വീട് എങ്ങനെയാണ് കിടക്കുന്നത്, ഞാൻ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും എൻ്റെ യേശുവിനറിയാം. യേശു എൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ആ സാന്നിധ്യത്തെയാണ്, എന്നെ ഇത്രയും അറിയുന്ന എൻ്റെ യേശുവിനെ ഞാൻ ഓണർ ചെയ്യുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തെ, ആ സ്നേഹത്തെ ഞാൻ റിസീവ് ചെയ്യുകയാണ്. ആ സ്നേഹത്തെ റിസീവ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ഓടി നിന്നേലോ വ്യഗ്രചിത്തരാകുന്നതിലോ അല്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ 100 കണക്കിന് കാര്യങ്ങൾ അതെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുന്നു ഒക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഈശോ പറയുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തെ ഒന്ന് റിസീവ് ചെയ്യാമോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. മറിയത്തിന് ഈ തിരിച്ചറിവ് കിട്ടിയ മറിയം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് പോകുന്നില്ല. വീട്ടിലെ കാര്യമൊന്നും, എനിക്ക് എൻ്റെ ഈശോയുടെ സാന്നിധ്യം, ഇത് എനിക്ക് എൻ്റെ ഈശോയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗ്രേസ്, വേറെ ഒന്നും വേണ്ട. ആ ഗ്രേസിന് വേണ്ടി കർത്താവ് നിന്റെ പാദത്തിലായിരിക്കും. ഹല്ലേലൂയ. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും. നമുക്ക് ഉത്കണ്ഠ വരുമ്പോഴാണ് പിന്നീട് അതിനോടനുബന്ധമായ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഉത്കണ്ഠ, ഇറ്റ് വിൽ റിലേറ്റ് ടു അസ്വസ്ഥത. ആദ്യം ഇങ്ങനെ എന്താവും. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എന്താവും എന്ന് ഓർത്ത് അവസാനം അത് അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോവുകയാണ്, അസ്വസ്ഥതയിൽ എത്തിച്ചേരുന്നു. മാർത്തയെ നോക്കി ഈശോ പറയുകയാണ്, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലയാണ്. റിലാക്സ്, ഞാനിവിടെ ഇല്ലേ? ഞാൻ നിന്റെ വീട്ടിൽ വന്നില്ലേ? നീ എന്നെ പ്ലീസ് ചെയ്യുന്ന കാര്യം നീ അറിയാതെ എനിക്ക് നിന്നെ അറിയാം. റിസീവ് ഫ്രം മീ. എന്നിൽ നിന്ന് നീ ചിലത് സ്വീകരിക്കുക. പലപ്പോഴും നമ്മൾ ഈശോനെ പ്ലീസ് ചെയ്യാനുള്ള ഓട്ടത്തില്ല, പക്ഷെ ഈശോയിൽ നിന്ന് സ്വീകരിക്കാൻ മറന്നുപോകും. ഇനി ഈശോയുടെ വചനം നിന്നെ നോക്കി പറയുക, ഐ ആം റെഡി ടു പോർ സംതിങ് ഫോർ യു. സമരക്കാരി സ്ത്രീ ഒരുപാട് ഓടി, ഒരുപാട് അലഞ്ഞു. പക്ഷെ ഈശോ പറയാം, നീ എന്നോട് ചോദിക്കാൻ ഞാൻ നിനക്ക് ചിലത് തരാം. ദർ ഇസ് സംതിങ് ദാറ്റ് ജീസസ് ക്യാൻ ഗിവ് യു മൈ ഫ്രണ്ട്. നിങ്ങൾ തിരയുന്ന ചിലത് ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലത് ഈശോയിൽ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില നന്മകൾ ഈശോയിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ, യേശുവേ, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവനായ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഓർത്ത്
ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും. അപ്പൊ ഇന്നേ ദിവസം നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമുക്ക് ഈശോയുടെ അരികിൽ ഇറക്കി വെക്കാം. ഈശോ പറയുക ഒന്ന് മാത്രമേ ആവശ്യമായുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 42-ാമത് തിരുവചനമാണ് ഞാൻ പറയുന്നത്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇന്ന് ഈ സൺഡേ ലൈവില് ഈ ഒരു മെസ്സേജാണ് ഈശോ എനിക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പലപ്പോഴും നമുക്ക് നൂറുകണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പിൽ വന്നിരിക്കുവാണ്. ടേക്ക് വൺ അറ്റ് എ ടൈം. ഒരു കാര്യം ഒരു സമയത്ത് ഈശോയോടൊപ്പം. ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഈശോയോടൊപ്പം ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് കഴിയുമ്പോൾ അടുത്ത കാര്യത്തെ ചെയ്യുക. ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളത്. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു. മാർത്ത വിഗ്രജിതയായിരുന്നു. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു. ഇന്ന് ആ നല്ല ഭാഗത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം. ആ നല്ല ഭാഗം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യാം. ഈ സ്നേഹത്തെ റിസീവ് ചെയ്ത ഒരു വ്യക്തിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയും. അതാണ് മഗ്ദലന മറിയത്തിൻ്റെ ജീവിത സാക്ഷ്യം. പലപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അനീഷ് ബ്രദർ കൂടുതലും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. മൈ ഫ്രണ്ട്, ഈ സ്നേഹം അനുഭവിക്കാതെ നിനക്ക് വിശുദ്ധിയിൽ തുടരാൻ പറ്റത്തില്ല. ഈ സ്നേഹം അനുഭവിക്കാതെ നീ വിശുദ്ധിക്ക് ശ്രമിക്കുന്നത് നിന്റെ ഹൃദയത്തെ ഫരിസയ ഹൃദയമാക്കത്തേ ഉള്ളൂ. നിന്നിൽ നിന്ന് നിന്നെ സ്നേഹം പുറപ്പെടാൻ പറ്റത്തില്ല. നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് ഫരിസയരും സദുക്കീരും നിയമജ്ഞരും എന്താണോ ചെയ്തത് അതായിരിക്കും പുറപ്പെടുന്നത്. കഠിന ഹൃദയം. ഒരു റിലീജിയസ് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഭയങ്കര പള്ളിയിൽ പോകുന്ന പ്രാർത്ഥനക്കാരൻ എന്നൊരു ടൈറ്റിൽ കാണും. പക്ഷേ നിന്നിൽ നിന്ന് സ്നേഹം പുറപ്പെടണമെങ്കിൽ ഈ സ്നേഹത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യണം. ഫരിസേയ ഹൃദയത്തിന് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സമരിയക്കാരി സ്ത്രീ, അതുപോലെ മഗ്ദലന മറിയം ലോകത്തിന്റെ കണ്ണുകളിൽ വ്യഭിചാരി എന്ന് മുദ്ര കുത്തപ്പെട്ടവളാണ് മഗ്ദലന മറിയം. എന്നാൽ മഗ്ദലന മറിയത്തെ തിരുസഭ വിളിക്കുന്നത് സെയിന്റ് മേരി മാഗ്ദലൻ എന്നാണ്. എങ്ങനെ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ഈശോയിലൂടെ ലഭിക്കുന്ന നീതീകരണത്തിലൂടെ അവൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. അതിനെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 5:17 നമ്മൾ കാണുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയത്രേ. ഒരു പുതിയ മൈൻഡ് സെറ്റ് ലഭിക്കുകയാണ്, ഒരു പുതിയ ജീവിതം ലഭിക്കുകയാണ്. അതാണ് മേരി മാഗ്ദലിന് ലഭിച്ചത്. മേരി മാഗ്ദലിന് ലഭിച്ച ആ ജീവിതത്തിന്റെ ആ വിശുദ്ധിയുടെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരെ നമ്മൾ കാണുന്നുണ്ട്. ഈശോനെ കല്ലറയിൽ, ഈശോയുടെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിന്റെ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു. അതിനുശേഷം എല്ലാവരും ഭയചകിതരായിട്ടിരിക്കുകയാണ്. റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ചുമത്തപ്പെട്ട കല്ലറ, അതിന് ചുറ്റും കാവൽക്കാർ നിൽക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വരാൻ ആർക്കും ധൈര്യമില്ല. കർത്താവിന്റെ അത്ഭുതങ്ങൾ സ്വീകരിച്ച പലരും പല സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാർ പോലും മുൻപോട്ട് വരുന്നില്ല. എന്നാൽ ആ സമയത്ത് ആരായിരുന്നു ആദ്യമായിട്ട് ഈശോയുടെ കല്ലറയിലേക്ക് കടന്നുപോയത്? ആരായിരുന്നു കടന്നുപോയത്? ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുമാറാകട്ടെ. ഇന്ന് ഈ സത്യം നമ്മുടെ കണ്ണ് തുറപ്പിക്കുമാറാകട്ടെ. ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വിധിക്കുന്നത് നിർത്തുന്നത്, നമ്മുടെ പ്രസംഗ പീഠങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിധികൾ നിർത്തുന്നത്. കാരണം കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ, കർത്താവിന്റെ സ്നേഹം നെഞ്ചിലേക്ക് തുളച്ചു കയറിയ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കുറ്റം വിധിക്കപ്പെട്ട് കല്ലെറിയുവാനും മരണശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടെന്ന ലോകം നിയമം എടുത്തുകൊണ്ട് വിധിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച, അവൾക്ക് പുതിയൊരു ജീവിതം നൽകിയ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന മഗ്ദലന മറിയമാണ് കർത്താവിന്റെ കല്ലറയ്ക്കരികിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ആ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കും. യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഈ സ്നേഹത്തെ റിസീവ് ചെയ്യണം സഹോദരങ്ങൾ. ഇല്ല, പറ്റത്തില്ല. ഇല്ലെങ്കിൽ വെറും പ്രഹസനം മാത്രമാണ്. ഇത് പറയുന്നതിൽ ഒരു മടിയും എനിക്കില്ല. വെറും പ്രഹസനം മാത്രം. വെറുതെ നമ്മൾ വിശുദ്ധി എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ അത് ജീവിതത്തിൽ നടക്കണമെങ്കിൽ യേശുവിന്റെ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ അതിനെ റിസീവ് ചെയ്യുക, അതിനെ തിരിച്ചറിയുക. ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ റിസീവ് ചെയ്യുക. ഇത് റിസീവ് ചെയ്യുമ്പോൾ ഈ സ്നേഹത്തെ നമ്മൾ പ്രഘോഷിക്കും. കാരണം ഈ സ്നേഹമാണ് യഥാർത്ഥ മാനസാന്തരം കൊണ്ടുവരുന്നത്. അതല്ലാതെ ഉള്ളതെല്ലാം ഫരിസേയന്റെ ഉപദേശങ്ങൾ മാത്രമായി തീരുകയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. വേറെ ആരും ചെന്നില്ല. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ. അവിടെ റോമൻ ഗവൺമെന്റ് ഇവിടെ വേണേൽ തടങ്കലിലിടാം, മരണം തന്നെ സംഭവിക്കാം. അതൊന്നും വിഷയമല്ല. യേശുവിന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട മഗ്ദലന മറിയത്തിന് യേശുവിന്റെ ശരീരം ഒരിക്കൽ കൂടി കാണണമെന്ന വലിയ ആഗ്രഹം. മരണം പോലും അവിടെ ഒരു വിഷയമല്ല. അവിടെ സ്നേഹമാണ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ കർത്താവിന്റെ പ്രിയപ്പെട്ട, കർത്താവിന്റെ അഭിഷിക്ത, കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൾ, നമ്മളെല്ലാം കർത്താവിന്റെ വേണ്ടപ്പെട്ടവരാ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ. നീ ഞാനും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഈശോ ഒത്തിരി സ്നേഹിക്കുന്നതാണ്. ഇവിടെ മഗ്ദലന മറിയം കർത്താവിന്റെ ശവകുടീരത്തിന്റെ
സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യനെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ, അങ്ങനെ മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയ യോഹന്നാൻ സ്ലീഹാൻ, ഇവർ രണ്ടുപേരും ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. അതിനുശേഷം അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കും നമ്മൾ കാണുകയാണ്, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. യേശു അവളെ വിളിച്ചു, മറിയം. സഹോദരങ്ങളെ, ഇവിടെ മഗ്ദല മറിയം പറയുകയാണ്, കർത്താവ് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് തിരിച്ചറിയാൻ പറ്റാതെ ഈശോ നോക്കി പറയുകയാണ്, അവര് ഈശോയുടെ ശരീരം എടുത്തുകൊണ്ട് പോയി. നീ പറയാവോ എവിടെ അവര് ശരീരം കൊണ്ടേ വെച്ചേക്കുന്നതെന്ന്? എങ്കിൽ ഞാനത് ചുമന്നുകൊണ്ട് പൊക്കോളാം, ഞാൻ ചുമന്നുകൊണ്ട് പൊക്കോളാം. ആ ശരീരം എടുത്ത് തോളെ വെച്ച് ഞാൻ ചുമന്നുകൊണ്ട് പൊക്കോളാം. ഇവിടെ മരണമൊന്നും എനിക്കൊരു വിഷയമല്ല, ഇവിടെ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നുള്ളൊരു വിഷയമല്ല. ഞാൻ ആ ശരീരം ചുമന്നുകൊണ്ട് പൊക്കോളാം. ഒരു സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ഈ സ്ത്രീയുടെ ഹിസ്റ്ററി എന്നതാ? ഈ സ്ത്രീയുടെ ഹിസ്റ്ററി ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. അവിടെ മതം പഠിച്ച എത്ര ആൾക്കാർ, പഴയ നിയമം പഠിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും ആണോ? ഞാൻ ഇത്ര വികാരത്തിൽ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ഡെപ്ത്നെസ് മനസ്സിലാക്കണം. ആ വ്യക്തിയിൽ വന്ന മാനസാന്തരം, ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട ആ വ്യക്തിയിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ ശക്തി. കർത്താവിന്റെ സ്നേഹത്തിന്റെ ശക്തി. ആ ശരീരം എവിടെയാ വെച്ചതെന്ന് പറഞ്ഞ് ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം. ആ സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇന്നൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർത്താവ് സ്നേഹകൊതിയന. സ്നേഹിക്കുന്നവരുടെ മുൻപിൽ കർത്താവിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഈശോയെ തന്നെ വെളിപ്പെടുത്തും. ഈശോയുടെ മക്കള് സ്നേഹത്തോടെ അപ്പായെ എന്ന് വിളിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തും. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതാദ്യമായി വെളിപ്പെട്ട് കിട്ടിയ വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തി ആരാ? മഗ്ദല മറിയം. യേശു ക്രിസ്തുവാണെന്ന് ഈ ഭൂമിയിൽ ആദ്യമായി വെളിപ്പെട്ട് കിട്ടിയ വ്യക്തി ആരാ? സമരിയാക്കാരി സ്ത്രീ. ഹല്ലേലൂയ. ഈ 2 പേരുടെ മാതൃക അവിടെ നിൽക്കുമ്പോൾ എത്ര ഫരിസേയ ഹൃദയമുള്ളവർ ഈ ലോകത്ത് എഴുന്നേറ്റ് നിന്ന് പ്രസംഗപീഠങ്ങളിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തെ കർത്താവിന്റെ കൃപ ബ്രേക്ക് ചെയ്യും. കാരണം എന്നറിയോ? കർത്താവിന്റെ സ്നേഹം ഈസ് ഓൾവേസ് ഹയർ. നിന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമാണ് എൻ്റെ യേശുവിന് നിന്നോടുള്ള സ്നേഹം, യേശുവിന് നിന്നോടുള്ള കരുണ, യേശുവിന് നിന്നോടുള്ള കൃപ. ഇന്ന് ആ കൃപയെ റിസീവ് ചെയ്യുമ്പോഴാണ് മഗ്ദല മറിയത്തെ പോലെ കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ച് നിൽക്കുവാൻ സാധിക്കുന്നത്. കർത്താവിന് അത്ഭുതങ്ങൾ സ്വീകരിച്ച എത്രയോ പേർ അവിടെ ഉണ്ടായിരുന്നെന്ന്. കർത്താവിനെ കുറിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഗമായേലിന്റെ പാദപീഠത്തെങ്കിലിരുന്ന് വർഷങ്ങളോളം, അന്നൊക്കെ ഒരു ഫരിസേയനാണെങ്കിൽ സദുക്യനാണെങ്കിൽ കുടുംബ പാരമ്പര്യം നോക്കും. അതെല്ലാം നോക്കി പല പഠന കാര്യങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങി വർഷങ്ങളുടെ പഠനത്തിലൂടെയാണ് ഒരു വ്യക്തി ഫരിസേയനാകുന്നത്, സദൂക്യരാകുന്നത്, നിയമജ്ഞരാകുന്നത്. 8-10 വർഷമൊക്കെ ഗമായേൽ നിന്ന് വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ കീഴിൽ ഇരുന്ന് കർത്താവിനെ കുറിച്ച് പഠിച്ച വ്യക്തികൾക്ക് കർത്താവിനെ പിടികിട്ടിയില്ല. അവർ കർത്താവിന്റെ അഭിഷിക്തന്മാരുടെ ശുശ്രൂഷകൾക്ക് തടസ്സമായി നിൽക്കുക, യേശുവിന് തന്നെ തടസ്സമായി നിൽക്കുക. എന്നാൽ ആദ്യമായിട്ട് കർത്താവ് ആരാന്ന് പിടികിട്ടിയ ആൾക്കാർ ആരൊക്കെയാ? കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ച വ്യക്തികൾ ആരൊക്കെയാ? യഥാർത്ഥ വിശുദ്ധ ജീവിതം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന വ്യക്തികൾ ആരൊക്കെയാ? അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇറ്റ് ഈസ് ടെല്ലിങ് യു എ സ്റ്റോറി. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ദർ ഇസ് ഹോപ്പ് ഫോർ യു ഇൻ ജീസസ്. ഈശോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈശോ നിങ്ങളെ തള്ളിക്കളയത്തിൽ ഉപേക്ഷിക്കത്തില്ല. മാത്രമല്ല, ഈ ഈശോയുടെ സ്നേഹം റിസീവ് ചെയ്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ച് വിശുദ്ധിയിൽ നിലനിന്ന് ജീവിക്കും. കാരണം കർത്താവിന്റെ സ്നേഹം, ആ തീവ്രത, അതിന്റെ ശക്തി നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുകയാണ്. ആ ശക്തിയിൽ നിറയപ്പെട്ട മഗ്ദല മറിയത്തിന് മരണഭയം ഉണ്ടായിരുന്നു? ഇല്ല, ഒരു ഭയവും ഇല്ല. ഈശോയുടെ ശരീരം എവിടെ ഇരിക്കുന്നേ? ഞാനത് എടുത്തോണ്ട് പോകണം. ആ സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈശോ പറയുക, മറിയം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞു. റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ഇതാണ് സഹോദരങ്ങളെ
ഇതാണ് സൗരങ്ങൾ യഥാർത്ഥ സ്നേഹം. കർത്താവ് പറയുക, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അതായത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹത്തിന്റെ മുൻപിൽ മറഞ്ഞു നിൽക്കുവാൻ പറ്റാത്ത ഒരു കർത്താവ്. ഇന്ന് കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങ് പൊട്ടി ഒഴുകട്ടെ. നിങ്ങളുടെ പാസ്റ്റ് മുഴുവൻ കർത്താവിനെ അറിയാം. നിങ്ങൾ ആരാന്ന് കർത്താവിനെ അറിയാം. നിങ്ങളെ അറിയുന്നതിനേക്കാളും യേശുവിനെ അറിയാം. ആ യേശുവിൻ്റെ സ്നേഹം നിങ്ങളിൽ കത്തി ജ്വലിക്കുമ്പോൾ, ആ യേശുവിൻ്റെ സ്നേഹത്തെ ഇന്ന് മറിയം റിസീവ് ചെയ്തതുപോലെ, മാർത്ത വ്യഗ്രഹത്തെയായിരുന്നു, മറിയം റിസീവ് ചെയ്തു. അതുപോലെ ഇന്ന് നമ്മൾ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും ആത്മാവിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഈ ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായ ഞായറാഴ്ചയായി തീരട്ടെ. ഈ ഞായറാഴ്ച ദൈവകൃപ കൊണ്ട് നിങ്ങൾ വിശുദ്ധരായി തീരുന്ന ഒരു ഞായറാഴ്ചയായി തീരട്ടെ. ഈ ഞായറാഴ്ച യഥാർത്ഥ ക്രിസ്തീയ ജീവിത വിളിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഞായറാഴ്ചയായി തീരട്ടെ. സഹോദരങ്ങളെ, യഥാർത്ഥ ക്രിസ്തീയ ജീവിത വെളിയിലേക്ക് സമർപ്പിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധിയിൽ കത്തിജ്വലിച്ചു. ബട്ട് ദ റൂട്ട് വാസ് the love of Christ that they received in their life. അത് പത്രോസാകട്ടെ, പൗലോസ്ലീഹയുടെ കാര്യം ഓർത്തേ. സഭയെ പീഡിപ്പിച്ച വ്യക്തിയല്ലേ? സഭയെ പീഡിപ്പിച്ച വ്യക്തി ഒരിക്കലും മതപണ്ഡിതനായിരുന്നു, മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതൻ യേശുവിനെതിരായിരുന്നു. സഭയ്ക്കെതിരായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ ആ മകൻ തോറ്റുപോയി. കർത്താവിന് ഇത്രമാത്രം എന്നോട് സ്നേഹം, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ തോറ്റ വ്യക്തിയെ കൊണ്ടാണ് കർത്താവ് പുതിയ നിയമത്തിൽ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ ശക്തി. ഇന്ന് യേശുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് തുളച്ചു കയറുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ യേശുവിന് സാക്ഷിയായിത്തീരും. നിങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. നിങ്ങളിലൂടെയായിരിക്കും ദൈവം ഈ കാലഘട്ടത്തിൽ, ഈ യുഗത്തിന് വേണ്ട, ഈ കാലഘട്ടത്തിന് വേണ്ട ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി പോകും. ചിലപ്പോൾ നിങ്ങൾ മഗ്ദലക്കാരിയെ പോലെ ലോകം മുഴുവനും വിധിച്ച, കുറ്റം പറഞ്ഞ, കല്ലെറിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. But God can use you in a mighty way. In a mighty way. ഞാൻ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചില വ്യക്തികളിലൂടെ, സാധാരണ മനുഷ്യരിലൂടെ ദൈവം ചെയ്യുന്ന അസാധാരണമായ പ്രവൃത്തികൾ കൺമുൻപിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ദൈവമേ, this is amazing. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ നാട്ടിലും ഇത് വെളിപ്പെടും, നമ്മുടെ ഇടയിലും ഇത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മുൻ തലമുറക്കാർ, കേരളത്തിലെ ക്രൈസ്തവരായിരുന്ന വ്യക്തികൾ ഒരുപാട് സഹനങ്ങളുടെ നടുവിൽ അവർ യേശുവിനെ ആരാധിച്ച വ്യക്തികളുണ്ട്. അന്ന് ക്രൈസ്തവർക്കിടയിൽ ഇന്ന് കാണുന്നത് പോലത്തെ നമുക്കുള്ള സ്കൂളുകളോ കോളേജുകളോ ഹോസ്പിറ്റലുകളോ വലിയ നേരെ ഒന്ന് കർത്താവിനെ ആരാധിക്കേണ്ട ഒരു പ്രോപ്പറായിട്ടൊരു പള്ളി, ഒരു വലിയൊരു ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്ന സമയത്ത് കിലോമീറ്ററുകൾ താണ്ടി നടന്ന് യേശുവിനെ ആരാധിച്ച സമൂഹം അതെല്ലാ സഭാവിഭാഗങ്ങളിലും ഉണ്ട്. യാക്കോബ സഭയിലുണ്ട്, സീറോ മലബാർ സഭയിലുണ്ട്, നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് എത്രയോ പേര് ഓർത്തഡോക്സ് സഭയിലുണ്ട്. അവരൊന്നും വേറെ ഒന്നും നോക്കിയില്ല. അന്ന് സഭയിൽ ഇന്ന് കാണുന്ന പോലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള സഭയിലൊന്നാണ് ഇന്ന് കേരള സഭ. പക്ഷെ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. ആ ഒന്നുമില്ലാതിരുന്ന സമയത്ത് അവർ കണ്ണുനീരോടെ യേശുവിനെ ആരാധിച്ചു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ആരാധിച്ചു. അവരുടെ തലമുറകളിലേക്ക് സ്വർഗത്തിന്റെ സമ്പന്നത കടന്നു വന്നു. കാരണം യേശുവിനെ ആരാധിച്ച സ്ഥലങ്ങളിലേക്ക് ദൈവമഹത്വം വെളിപ്പെടും. അവരുടെ തലമുറകളിലേക്ക് ദൈവമഹത്വം കടന്നു വന്നു. ഇന്ന് സഭയ്ക്കൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ സഭകളാണ്. ഇന്ന് സമ്പത്തുണ്ട്, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നടുവിൽ നിൽക്കും. എന്നാൽ ഇന്ന് സ്വർഗം വിളിക്കുക, കം ബാക്ക് ടു ദ ബേസിക്. നിങ്ങളുടെ പൂർവികർ പിടിച്ചു നിന്ന ആ സത്യത്തിലേക്ക് നിങ്ങൾ തിരികെ മടങ്ങി വാ. യേശുവിന്റെ സ്നേഹത്തിന്റെ ലാളിത്യത്തിലേക്ക് കടന്നു വാ. ആ സിംപ്ലിസിറ്റിയിൽ നിന്നുകൊണ്ട് യേശുവിനെ ആരാധിച്ച് ഇന്ന് ആഫ്രിക്കയിലും യൂറോപ്പിലെ ചില ഭാഗങ്ങളിലും അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഏഷ്യയിലെ ചില കൺട്രികളിലും കംബോഡിയയിലൊക്കെ ചില ശുശ്രൂഷകൾക്കായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യർ യേശുവിനെ സ്നേഹത്തോടെ ആരാധിക്കുമ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുന്ന, ആ ദേവാലയങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അവരുടെ ഡ്രൈവിംഗ് സോഴ്സ്. അവർ പറയും, ഞങ്ങൾക്ക് ഈ സാന്നിധ്യം മതി, യേശുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം മതി. ആ സ്നേഹം, യേശുവിന്റെ കുരിശുബലിയെ, പരിശുദ്ധ കുർബാനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ആ സ്നേഹം അനുഭവിക്കുന്ന സമൂഹം ഇന്ന് ലോകത്തുണ്ട് സഹോദരങ്ങളെ. എന്നാൽ നമ്മുടെ നാട്ടില് അത് വെളിപ്പെടാൻ ഒരു കാലഘട്ടമായിരിക്കും, ആസനമായിരിക്കും. ഈ 2024 അത് സംഭവിക്കട്ടെ. ഈ തലമുറ അത് ദർശിച്ചതായിട്ട് കർത്താവ് പറയുന്നില്ല. കുറച്ചൊക്കെ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു 20% പോലും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുവാണ്. എന്നാൽ ഒരുങ്ങാൻ വേറൊന്നും വേണ്ട, ലാളിത്യത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. യേശുവിന്റെ സ്നേഹത്തിന്റെ ലാളിത്യത്തിലേക്ക് മടങ്ങി വന്നാൽ വേറെ ഒന്നും വേണ്ട. ഇത് കർത്താവിന്റെ കൃപയാലെന്ന് പറഞ്ഞാൽ മതി. ഇത് വേറെ ഒന്നിലുമല്ല, എൻ്റെ കർത്താവിന്റെ കൃപയല്ലെന്ന് ഏതെങ്കിലും വ്യക്തികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 2-3 പേരുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നും ഓർത്തോണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മറക്കരുത്. 1 സമരിയക്കാരി സ്ത്രീ, 2 മഗ്ദല മറിയം, 3 പത്രോസ്, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, 3 തവണ യേശുവിനെ തള്ളിക്കളഞ്ഞ വ്യക്തികൾ. എന്നാൽ അവരിലേക്ക് ഈ കൃപ പ്രവഹിച്ചപ്പോൾ അവരത് റിസീവ് ചെയ്തു. ഈ സ്നേഹത്തെ അവർ റിസീവ് ചെയ്തു. ഇത് റിസീവ് ചെയ്യാത്ത വ്യക്തിയായിരുന്നു യൂദാസ്.
യുദാസ് കുറ്റബോധത്തിൽ തന്നെ കുടുങ്ങി അത് അവന്റെ നാശത്തിലേക്ക് വരും. എന്നാൽ യേശുവിന്റെ സ്നേഹത്തെ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നു. ഇന്ന് ദൈവം ആദ്യം നൽകിയ സന്ദേശം ഒരിക്കൽ കൂടി ഈശോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ. ഈശോ നിങ്ങളെ നോക്കി പറയുന്നു, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. ചിലപ്പോൾ ലോകം നിന്നെ തളർത്തുന്നുണ്ടായിരിക്കും, നിനക്കെതിരെ അതും ഇതും പറയുന്നുണ്ടായിരിക്കും. എന്നാൽ അതും ഇതും പറയുന്ന സമയത്ത്, നിന്നെ തളർത്തുന്ന സമയത്ത്, ലോകം നിന്നെ ഒതുക്കുവാനും ഇടിച്ചു താഴ്ത്തുവാനും ഇല്ലാതാക്കുവാനും ഫുൾ സ്റ്റോപ്പ് ഇടാനും ശ്രമിക്കുമ്പോൾ കർത്താവ് ഫുൾ സ്റ്റോപ്പിനെ മാറ്റി കോമയാക്കും. കാരണം നീ ബലഹീനമാക്കപ്പെടുന്ന സമയത്താണ് ഈശോയുടെ കൃപ നിന്നിൽ പൂർണ്ണമായും ആവസിക്കുന്നത്. ഇതെഴുതിയ കർത്താവിന്റെ അപ്പസ്തോലൻ നിരവധി പീഡനങ്ങൾക്ക് നടുവിൽ കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 2 കൊരിന്ത്യർ 12:9 അപ്പസ്തോലൻ പറയുകയാണ്, യേശു എന്നോട് പറയുന്നു, നിനക്കെന്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്നിൽ ആവസിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയാണ്. ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ലോകത്തിലുള്ളവർ ചിലർ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, കല്ലെറിയുമ്പോൾ, നിന്നെ ഇടിച്ചു താഴ്ത്താൻ, ഒതുക്കാൻ, നിന്റെ ശുശ്രൂഷയാകട്ടെ, നിന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളാകട്ടെ, നിനക്കെതിരെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ ഓർത്തോടുക, ആ സമയത്ത് നിന്നിലൊരു വലിയ കൃപ വർദ്ധിക്കുന്നുണ്ട്. അത് യേശുവിന്റെ സാന്നിധ്യമാണ്, യേശുവിന്റെ കൃപയാണ്. കാരണം 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 നിന്റെ യോഗ്യതയല്ലത്. കാരണം നിനക്ക് വേണ്ടി നിന്നെ റെപ്രസെന്റേറ്റ് ചെയ്ത് നിന്റെ നാഥൻ കുരിശിൽ മണിക്കൂറുകൾ കിടന്നുകൊണ്ട് നിനക്ക് വേണ്ടി അവിടുന്ന് പാപപരിഹാര ബലിയായി തീർന്നതിനാൽ ആ പാപപരിഹാര ബലിയുടെ ശക്തിയാണ് നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് കേട്ടോ. കർത്താവ് നിനക്ക് വേണ്ടി വില കൊടുത്തതിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. കാരണം കർത്താവിന് നീ വേണ്ടപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:21 നമ്മൾ കാണും, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നിനക്കായി നമുക്കായി പാപമായി തീർന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാൽ നമുക്കൊന്ന് കാണാം. കാൽവരി മലമുകളിൽ നിന്റെയും എന്റെയും കർത്താവ് മൂവാണികളുടെ മേൽ കിടക്കുന്നു. ആ കുരിശിൽ യേശു കിടക്കുന്നത് നിന്നെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടാണ്. അവിടെ നിന്റെ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നിന്റെ തിന്മകളും കുറ്റബോധങ്ങളും മുഴുവനും യേശു ഏറ്റെടുക്കുകയാണ്. സുവിശേഷത്തിൽ ഉടനീളം യേശു പിതാവാൻ ദൈവത്തെ പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്തെങ്കിൽ ഒരേ ഒരു സ്ഥലത്താണ് കർത്താവ് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നിന്റെ പാപത്തെ, എൻ്റെ പാപത്തെ, നമ്മുടെ ശാപത്തെ മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് യേശുവിന്റെ നീതിയും സ്നേഹവും രക്ഷയും പാപമോചനവും കൃപയും നമ്മളിലേക്ക് പൂർണ്ണമായും നൽകി നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈൻ എക്സ്ചേഞ്ച് അവിടെ നടന്നു. ആ ഡിവൈൻ എക്സ്ചേഞ്ച് നടന്ന അവസാന നിമിഷം യേശു പറയുകയാണ്, യേശു വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ബിക്കോസ് നിന്നിലുള്ള സകല തിന്മകളും ഈശോ ഏറ്റെടുത്തു, നിന്റെ സകല ശാപങ്ങളും യേശു ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തതിന്റെ പൂർണ്ണതയിൽ കർത്താവ് അത് സകലതും എല്ലാം, അതിന് വേണ്ട വില മുഴുവനും, എല്ലാ ശാപങ്ങളും നീങ്ങി മാറുന്നതിന് വേണ്ട വില മുഴുവനും യേശു കുരിശിൽ കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് ഇനി എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക, എന്നിൽ നിന്ന് ആശ്വാസത്തെ സ്വീകരിക്കുക. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുന്നത് വരെ ജെറുസലേമിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതെൻ്റെ ആത്മാവാണ്, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും സമരിയാലും ജൂദിയാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളെ തന്നെ വിധേയരാക്കുന്നു. സമരിയാക്കാരി സ്ത്രീയെ വിശുദ്ധയാക്കിയ, മഗ്ദല മറിയത്തെ വിശുദ്ധയാക്കിയ, പത്രോസ്ലീഹാനെ വിശുദ്ധനാക്കിയ അതേ ആത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങളിലൂടെ വ്യാപരിക്കട്ടെ. ഇത് ഞങ്ങളുടെ യോഗ്യതയാലല്ല, അവിടുത്തെ കൃപയാൽ ഒന്ന് മാത്രമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. എഫെസോസ് 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. യേശുവെ വിശ്വാസം മൂലം കൃപയാലാണ് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. അത് ഞങ്ങൾ നേടിയെടുത്തതല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുന്ന ഈശോ അങ്ങയുടെ കൃപയാലാണ്. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവ് നീ അറിയുന്നല്ലോ. ഓരോ മക്കളുടെയും വേദനകളെ നീ അറിയുന്നല്ലോ, അവരുടെ നൊമ്പരങ്ങളെ നീ അറിയുന്നല്ലോ. യേശുവേ, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് അവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ ആ ഒരു ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഈ മക്കളുടെ മുഴുവൻ വേദനകളെ യേശുവേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വേദനകളെ യേശുവേ നീ ഏറ്റെടുക്കണം. അവിടുന്ന് ഏറ്റെടുത്തതിനായി നന്ദി പറയും. കുരിശിൽ അത് ഏറ്റെടുക്കപ്പെട്ടതിനായി നന്ദി പറയും. പരിശുദ്ധാത്മ അങ്ങനെ പറയാൻ എൻ്റെ ഉള്ളിൽ പറയുന്നു കേട്ടോ. ഈശോയോട് പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോയെ, അങ്ങനെ ഏറ്റെടുത്തതിനായി നന്ദി പറയും. കുരിശിൽ അങ്ങനെക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശക്തമായ ഈശോയുടെ മഹത്വം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ എഴുതി അറിയിക്കണം.
ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കണം. സുവിശേഷ വേലയിൽ അങ്ങനെ കർത്താവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുകയാണ്. ഇഫ് ദിസ് മെസ്സേജ് ഹാസ് ബ്ലസ്ഡ് യു, ഞാനിത് ഇന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പ്രിപ്പയർഡ് ആയിട്ട് വന്ന കാര്യമല്ല. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച കേട്ട കാര്യങ്ങളൊക്കെ കർത്താവ് പങ്കുവെച്ച് നൽകിയ കാര്യങ്ങളൊക്കെ, പക്ഷേ ആസ് ദ സ്പിരിറ്റ് ലീഡ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഉള്ളിലൂടെ സംസാരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടി യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് ദം. അത് ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഈശോയുടെ സന്നിധിയിൽ, ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ അത് സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ കൃപയും സമാധാനം ഈ ഒരാഴ്ചക്കാലം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. കീപ്പ് us ഓൾസോ ഇൻ പ്രേയേഴ്സ്. ട്യൂസ്ഡേ നെക്സ്റ്റ് വീക്കെൻഡ് 2 റിട്രീറ്റുകളുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. ആവേ മരിയ.